ഈ ആഴ്ച നോമിനേറ്റഡ് ആയിട്ടുള്ളവരില്ല. അപ്പൊ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞ ജാൻമോണിയും ശരണ്യയും ശ്രീരേഖയുമാണ്. സിംഗിൾ എവിഷൻ ആണ് നടക്കുന്നതെങ്കിൽ ഇന്ന് ജാൻമോണി തന്നെയായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകുന്നത്. ഏറ്റവും കുറവ് വോട്ട് ജാൻമോണിക്ക് തന്നെയാണ്. അതുമാത്രമല്ല ജാൻമോണി അവിടെ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബിഗ് ബോസ് എന്തായാലും ജാൻമോണിയെ പുറത്താക്കുക തന്നെ ചെയ്യും. ബിഗ് ബോസ് തന്നെ ജാൻമോണിയും കൊണ്ട് മടുത്തിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ബിഗ് ബോസ് വീട്ടിലുള്ളവരിലെ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഒട്ടുമില്ലാത്തൊരു കണ്ടസ്റ്റന്റ് ജാൻമോണി തന്നെയാണ്. അവരുടെ കയ്യിലിരിപ്പ് തന്നെയാണ് അതിന് കാരണം. അവര് ഗെയിമിനെ ഗെയിമായിട്ട് കാണാൻ ഒന്നും അറിയില്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആണ്. എന്തിനാണ് കളിക്കാൻ വന്നതെന്ന് പോലും തോന്നിപ്പോകും. ആരവരുടെ പേര് നോമിനേറ്റ് ചെയ്താലോ അവരുടെ പേര് എന്തെങ്കിലും എടുത്തിട്ടാലോ ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം നോറേനെ തല്ലാൻ വരെ ചെന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അപ്പം തന്നെ അവരെയൊക്കെ പുറത്താക്കേണ്ടതായിരുന്നു. കാരണം ഒരുപാട് വാണിംഗ് ഒക്കെ അവർക്ക് ഇതിനു മുമ്പ് കൊടുത്തിട്ടുമുള്ളതാണ്. പിന്നെ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ശ്രീരേഖയും ശരണ്യയുമാണ്. ഇനി ഡബിൾ എവിഷൻ ആണ് നടക്കുന്നതെങ്കിൽ ജാൻമോണിയും ശ്രീരേഖയോ അല്ലെങ്കിൽ ജാൻമോണിയോ ശരണ്യോ പോകാനുള്ള സാധ്യത ഏറെയാണ്. അത് തന്നെയായിരിക്കും എവിഷൻ എപ്പിസോഡ് നടക്കുക. കാരണം നാളെ വിഷുവിന്റെ സ്പെഷ്യൽ എപ്പിസോഡാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെയായിരിക്കും എവിഷൻ എപ്പിസോഡ് നടക്കുന്നത്. ജാൻമണിയൊക്കെ ഈ ആഴ്ച ഔട്ട് ആയില്ലെങ്കിൽ പിന്നെ പവർ ടീമിലാണ്. പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഔട്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഈ ആഴ്ച ജാൻമണിനെ ഔട്ടാക്കുക തന്നെ ചെയ്യും. അതുകൂടാതെ സിജോ തിരിച്ചു വരില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സിജോ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സിജോയ്ക്ക് വീണ്ടും ട്രീറ്റ്മെന്റ് വേണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. എൻഡോ കൺസൾട്ടേഷനോ കാര്യങ്ങളൊക്കെ മൺഡേ പറഞ്ഞിട്ടുണ്ടെന്നും അറിയുന്നുണ്ട്. അപ്പൊ സിജോ എന്തായാലും ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിനുള്ളിലേക്ക് എൻ്റർ ചെയ്യില്ല. ഒരുപാട് പേര് സിജോനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരുന്നു. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.